ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കറുപ്പ വിളവെടുപ്പിൻ്റെ ഭാഗമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കലും ജിയോഗ്രഫിക്കലുമായ കാര്യങ്ങൾ നമുക്ക് കുറച്ച് പറയാം. കറപ്പ 2 തരത്തിലുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ എല്ലാത്തിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെയുള്ള കറപ്പയാണ് നമ്മൾ വിളവെടുക്കുന്നത്. നമുക്ക് ആദ്യം ഈ കറപ്പേനെ കൊണ്ട് ഗുണങ്ങൾ എന്തെല്ലാമെന്നൊന്നറിയാം. രക്തത്തിലെ പഞ്ചസാരേൻ്റെ അളവ് കൺട്രോൾ ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ദഹനത്തിനും എല്ലാം നല്ലതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ വീഡിയോയിൽ കാണിച്ചതുപോലെ അതിൻ്റെ മുകളിലത്തെ ഭാഗത്തിലെ തൊലിയില്ലേ, അത് ചുരണ്ടി പതുക്കനെ മാറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾ ചുരണ്ടി വെച്ച ആ ഭാഗം മെല്ലന ഒരു കൊടുവാളോ എന്തെങ്കിലും മൂർച്ചയുള്ള സാധനം വെച്ചിട്ട് ചെറുങ്ങനെ ഈ ഭാഗത്ത് വരഞ്ഞു കൊടുക്കുക. അത് വരയുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ മരക്കഷ്ണം ഇതിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് പാടുപെടും കിട്ടണ്ടിക്കൽ. നമ്മളിപ്പോൾ ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഇത് മുറിച്ചിരിക്കുന്നത്. ഒരാൾ ഇഷ്ടം പോലെ എടുക്കാം. ഞാനൊരു കാര്യം പറയട്ടെ, ഒരു കാലത്ത് ഇത് വെള്ളിനേക്കാളും വിലയുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ സ്ക്വയർ പോലെയാണ് മുറിച്ചതെന്ന്. ഇതുപോലെയാണ് സ്ക്വയർ പോലെ മുറിക്കേണ്ടത്. അത് ചെറുങ്ങനെ ഇങ്ങനെ അടർത്തി ഇങ്ങനെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പീസ് എൻ്റെ കൈമ കിട്ടി. അതാ ഞാനിപ്പോൾ വീഡിയോയിൽ എൻ്റെ കയ്യിൽ കിട്ടിയത്. നല്ല മണം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ ബിരിയാണിയിലെല്ലോ ഇടുന്നില്ലേ ഒരു സുഗന്ധവ്യഞ്ജനം, അതാണിത്. ബിരിയാണിയിലും പിന്നെ കറികളെന്ന് വെച്ചാൽ ഈ മല്ലി ഇടുന്ന കറികളില്ലേ, അതിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല മണവും രുചിയും ഉണ്ടാവും. കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇതിങ്ങനെ പൊളിച്ചെടുക്കുക. എന്ന് വെച്ചാൽ ഒന്നാമത്തേൽ ഒരു വെയിലൊന്നും കൊള്ളാത്തൊരു സ്ഥലത്താണ് ഇതുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ പറിക്കുമ്പോൾ കുറച്ചൊരു കഷ്ടപ്പാടുണ്ട്. പിന്നെ ഇതിൻ്റെ മരവും കൂടെ വന്നു കഴിഞ്ഞാൽ പറിക്കാൻ കുറച്ച് പാടുപെടും. മരം അതിൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ പറ്റി കളിക്കും. ഇത് വെള്ളം കാച്ചുമ്പോൾ അതിൽ ചെറിയൊരു കഷ്ണം ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കുടിക്കാൻ. ഇതിൻ്റെ ഒരു ഭാഗത്തുള്ള ഭാഗം ചെറുങ്ങനെ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടി അടർത്തിയെടുക്കാം. ഇതേ വീഡിയോയിൽ കാണുന്നത് പോലെ. ഇതിൻ്റെ തോല് വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയിട്ട് എടുക്കണം. നല്ല പൊട്ടുന്ന രീതിയിൽ എടുക്കണം, ഇല്ലെങ്കിൽ അത് വേഗം പൂപ്പൽ പിടിച്ച് നാശമായിപ്പോവും. ഇതിൻ്റെ ഇലകൾ നമ്മൾ പച്ചയായിട്ട് തന്നെ കറികളിലെല്ലാം ഇടുമ്പോൾ, ചിക്കൻ കറിയെല്ലാം വെക്കുമ്പോൾ അതിൻ്റെ അകത്തെല്ലാം ഇടലുണ്ട്. ഇത് എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടുണ്ട്. അപ്പം നിങ്ങൾ കുറച്ച് നേരം വീഡിയോ കാണും. അപ്പോൾ ഇതെങ്ങനെയല്ലോ ഇത് ചെറുതായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്, പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് സമയത്ത് കഠിന പ്രയത്നം കൊണ്ട് നമുക്ക് ഈ ഭാഗം മുഴുവനും കിട്ടിയിട്ടുണ്ട്. അപ്പം ചെത്തി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സീനായത്. അപ്പം അതിൻ്റെ ചെറിയൊരു കൊമ്പുണ്ട്, അതും കൂടി നമ്മൾ കൊത്തുന്നുണ്ട്. അത് അതിൻ്റെ മുകളിലെ ഇല എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ ഇല ഉണക്കിയിട്ട് നമ്മൾ കറികളിലിടും. അപ്പം നമ്മളിപ്പോൾ കൊത്തിയ കൊമ്പില്ലേ, അതിൻ്റെ മുകളിലെ ഇലകളായത്. പിന്നെ അത് നേരത്തെ നമ്മൾ കൊത്തിയിട്ട തോലും. ഇതാണ് അതിൻ്റെ മരം. അപ്പം ബായ്, പിന്നെ കാണാം.